ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10 മാത്സിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പോർഷൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇഫ് പി ഓഫ് എക്സ് ഇസ് എ പോളിനോമിയൽ ഇൻ എക്സ്, അതായത് നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട് പി ഓഫ് എക്സ്, അതിനകത്തുള്ള എല്ലാ വേരിയബിൾസും എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ഇൻ പി ഓഫ് എക്സ് ഇസ് കോൾഡ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കൊരു പോളിനോമിയൽ എക്സിലുള്ളൊരു പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എക്സിൻ്റെ ഹയസ്റ്റ് പവർ നോക്കുക. ആ ഹയസ്റ്റ് പവർ ആയിരിക്കും ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4x+2 ഇതൊരു പോളിനോമിയലാണ് അല്ലേ. ഇതിൻ്റെ വേരിയബിൾ എന്താ? എക്സ് ആണ് അല്ലേ. അപ്പം ഇതിന് നമ്മൾ എന്തെന്ന് പറയുക? 4x+2 ഇസ് എ പോളിനോമിയൽ ഇൻ വേരിയബിൾ എക്സ് എന്ന് പറയും. ഓക്കെ, കാരണം അതിൻ്റെ വേരിയബിൾ എക്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പോളിനോമിയൽ ഇൻ വേരിയബിൾ എക്സ് എന്ന് വിളിക്കും. ഇനി നമുക്ക് നോക്കാം, ഈ എക്സിൻ്റെ ഇപ്പോൾ ഇവിടെ ആകെ ഒരു എക്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് പവർ എന്താ? ഇതിൻ്റെ പവർ എന്ന് പറയുമ്പോൾ ഇവിടെ ആകെ ഒരു എക്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പവർ എന്താണ്? 1 ആണ്. ഒന്നും ഇല്ലെങ്കിൽ അർത്ഥം 1 ആണെന്നാണ്. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പോളിനോമിയൽ നോക്കാം. 2y² - 3y + 4. ഇതിനകത്ത് ഇതെന്ത് പോളിനോമിയൽ ഇതിൻ്റെ വേരിയബിൾസ് എന്താ? y ആണ് അല്ലേ. ഇവിടെ y ആണ്, ഇതിലും y ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് എ പോളിനോമിയൽ ഇൻ വേരിയബിൾ y. ഇനി ഡിഗ്രി നമുക്ക് നോക്കാം. ഇവിടെ y ഉണ്ട്, ഇവിടെ y ഉണ്ട്. ഹയസ്റ്റ് ഏതാണ്? ഇതിലല്ലേ ഹയസ്റ്റ്. വെറുതെ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y⁻1 എന്ന് പറഞ്ഞാൽ അർത്ഥം. ഓക്കെ, y⁻2 ഉണ്ട് ഇവിടെ. അപ്പോൾ ഹയസ്റ്റ് പവർ എന്താണ്? 2 അല്ലേ. അപ്പോൾ ഡിഗ്രി എന്താണ്? 2 ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് വേറൊരു പോളിനോമിയൽ നോക്കാം. ഇപ്പോൾ ഇത് നോക്കിയേ, 5x³ - 4x² + x -√2. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കാം. ഇതെന്താ? ദിസ് ഇസ് എ പോളിനോമിയൽ ഇൻ വേരിയബിൾ എക്സ് അല്ലേ. എല്ലാത്തിനകത്തും വേരിയബിൾ എന്താ? എക്സ് ആണ്. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ഡിഗ്രി എങ്ങനെ നോക്കാം. ഇവിടെ നമുക്ക് എക്സ് ഉണ്ട്, ഇവിടെ x² ഉണ്ട്, ഇവിടെ x³ ഉണ്ട്. അപ്പോൾ ഹയസ്റ്റ് പവർ ഏതാ ഉള്ളത്? ഇവിടെ x⁻1 ആണ്, ഇവിടെ x² ആണ്, ഇവിടെ x⁻3 ആണ്. അപ്പോൾ ഹയസ്റ്റ് ഏതാണ്? 3 അല്ലേ. അപ്പോൾ ഈ പോളിനോമിയലിലെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 ആണ്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ ഡിഗ്രി ഐഡൻറ്റിഫൈ ചെയ്യണത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താണ് ഡിഗ്രി എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ വേറൊരു പോളിനോമിയൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. 7u⁻6 - 3/2u⁻4 + 4u² + u - 8. ഇത് നമുക്ക് നോക്കാം. ഇതിനകത്തുള്ള വേരിയബിൾ എന്താ? u ആണ് അല്ലേ. അപ്പോൾ ദിസ് ഇസ് എ പോളിനോമിയൽ ഇൻ വേരിയബിൾ u എന്ന് നമ്മൾ പറയും. ഇനി നമുക്ക് ഇതിനകത്ത് ഡിഗ്രി എന്നാ നോക്കാം. ഇവിടെ എനിക്ക് u ഉണ്ട്, u⁻2, u⁻4, u⁻6. അപ്പോൾ ഹയസ്റ്റ് പവർ ഏതാ? u⁻6 ആണ്. അപ്പോൾ ആ 6 ആണ് എൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് തരുന്ന പോളിനോമിയൽ ഏതാണെന്ന് നമ്മൾ നോക്കുക. അതിനകത്തുള്ള വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കുക. ഏറ്റവും വലിയ പവർ ഏതാണോ അതായിരിക്കും ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം പോളിനോമിയൽ അല്ലാത്ത എന്തൊക്കെയാണ്. നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, ക്ലാസ് 9th നമുക്കിതൊക്കെ പഠിക്കാനുണ്ടായി. പോളിനോമിയൽ അല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. പോളിനോമിയൽ അല്ല എന്ന് വരികയാണെങ്കിൽ നമ്മുടെ എക്സിൻ്റെ പവർ ഹോൾ നമ്പർ അല്ലാതാവണം. മനസ്സിലായ? അതായത് എക്സിൻ്റെ പവർ ഒരിക്കലും ഹോൾ നമ്പർ എക്സിൻ്റെ പവർ നമുക്കൊരു പോളിനോമിയൽ ആണെങ്കിൽ എക്സിൻ്റെ പവർ എപ്പോഴും ഒരു ഹോൾ നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഇത്ര നമ്മൾ ചെയ്തതിൽ എല്ലാത്തിലും എങ്ങനെയായിരുന്നു? x⁻1, x⁻2, x⁻6 അങ്ങനെയൊക്കെയല്ലേ നമുക്ക് വന്നത് അല്ല. u⁻6 അങ്ങനെ എല്ലാത്തിനും 6, 3, 4 അങ്ങനത്തെ നമ്പേഴ്സൊക്കെയാണ് നമുക്ക് ഇത്ര നേരം കിട്ടിയത്. x⁻2 ഇപ്പോൾ ഇതിൽ നോക്കിയേ, ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ വേരിയബിൾ. ഈ വേരിയബിളിൻ്റെ അകത്ത് ഇതിൻ്റെ പവർ എന്തായിരിക്കും? ഇതിപ്പോൾ √x എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ √x എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? x⁻1/2 ആണ്. ഓക്കെ, റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ടാണ് അല്ലേ. അപ്പോൾ √x നമുക്ക് എങ്ങനെ എഴുതാം? x⁻1/2 എന്ന് എഴുതാം. അപ്പോൾ 1/2 എന്താ? 1/2 ആണ് ഇതിൻ്റെ പവർ. പക്ഷെ 1/2 ഒരു ഹോൾ നമ്പർ ആണോ? അല്ല. അപ്പം അതുകൊണ്ട് ഈ ടേം എന്തല്ല? ഒരു പോളിനോമിയൽ അല്ല.
പിന്നെ നമുക്ക് എഴുതാൻ പറ്റിയ ഇതാണ് 1/x-1. ഇതിൻ്റെ അകത്ത് എന്താ പ്രശ്നം? ഇതിനകത്ത് നമ്മുടെ എക്സ് എവിടെ കിടക്കുന്നത്? ഡിനോമിനേറ്ററിലാണ്. നമ്മുടെ വേരിയബിൾ ഒരിക്കലും നമുക്ക് ഡിനോമിനേറ്ററിൽ വരാൻ പാടില്ല. ഓക്കെ, അത് എങ്ങനെയൊക്കെ പോയാലും നമ്മൾ ന്യൂമറേറ്ററിലൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പവർ ഹോൾ നമ്പർ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്നുള്ള നമ്മുടെ വേരിയബിൾ എക്സ് തന്നെ അല്ല, ഏതൊരു വേരിയബിൾ ആയിക്കോട്ടെ പോളിനോമിയലത്തുള്ള ഒരു വേരിയബിളും ഡിനോമിനേറ്ററിൽ വരരുത്. ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് പോളിനോമിയൽ അല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണ്? നമ്മുടെ വേരിയബിളിൻ്റെ പവർ എപ്പോഴും ഹോൾ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ വേരിയബിൾ വരരുത്, നമ്മുടെ വേരിയബിളിൻ്റെ പവർ എപ്പോഴും ഹോൾ നമ്പർ ആയിരിക്കണം. ഇത് രണ്ടും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ അതാണ് പോളിനോമിയൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ്. ഇത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ പല ഡിഗ്രി പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഡിഗ്രി ഇപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ പറയുന്നത് 4x+2 അല്ലേ? ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്തായിരുന്നു? 1 ആയിരുന്നു. അപ്പോൾ ഡിഗ്രി 1 ഉള്ള പോളിനോമിയൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ 2x-3. ഇതെന്താണ്? ഇതൊരു ലീനിയർ പോളിനോമിയലാണ്. 2x-3 ലീനിയർ പോളിനോമിയൽ. കാരണം എന്താ? അതിൻ്റെ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണ്? 1 ആണ് അല്ലേ? വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ലീനിയറാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്പർ വരാം, റൂട്ടിൻ്റെ അകത്തൊക്കെ നമുക്ക് നമ്പർ വരാം, പക്ഷേ വേരിയബിൾ റൂട്ടിൻ്റെ അകത്ത് കിടക്കരുത്. വേരിയബിൾ റൂട്ടിൻ്റെ അകത്ത് കിടന്ന എന്താ പ്രശ്നം വരിക? നമ്മൾ ഇപ്പോൾ റൂട്ട് എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ എഴുതും? x⁻1/2 എന്ന് എഴുതും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേരിയബിൾ ഒരിക്കലും റൂട്ടിൻ്റെ അകത്താവരുത്. വേരിയബിൾ അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും വരരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. √3x+5 ഇതിൻ്റെ ഈ എക്സിൻ്റെ പവർ എന്താണ്? 1 ആണ്. അപ്പോൾ ഇത് ലീനിയറാണ്. y+√2 വൈൻ്റെ പവർ എന്താ? 1 ആണ്. അപ്പോൾ അതും ലീനിയറാണ്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇതെല്ലാം എന്താണ്? ലീനിയർ പോളിനോമിയൽ. അപ്പോൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ പോളിനോമിയൽ ഇസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ എന്താ? ഡിഗ്രി 2 ആയിരിക്കും. ഓക്കെ, ഡിഗ്രി 2 ആയിരിക്കും. ഡിഗ്രി 2 ഉള്ള പോളിനോമിയൽ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഇപ്പം പിന്നീട് കൊടുത്തിട്ടുണ്ട് ക്വാഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്ക്വയർ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം 2x² + 3x - 2/5. ഈ ക്വസ്റ്റ്യൻ ഇത് എൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു കേട്ടോ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? പോളിനോമിയൽ വിത്ത് ഡിഗ്രി 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ഹയസ്റ്റ് പവർ എത്രയാണ്? 2 ആണ്. അതുപോലെ തന്നെ y² - 2. അപ്പോൾ അതിനകത്തും നമ്മുടെ ഡിഗ്രി എത്രയാണ്? ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് x². അപ്പോൾ അതിൻ്റെ ഹയസ്റ്റ് പവർ 2. അപ്പോൾ അങ്ങനെ ഹയസ്റ്റ് പവർ 2 വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ കോഎഫിഷ്യൻസ് എല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പം നമുക്ക് ഞാൻ പറയാം, ഇപ്പോൾ ഈ x² എന്നിരിക്കും. ഈ x²ൻ്റെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ x² തൊട്ട് മുന്നിൽ കിടക്കുന്ന നമ്പർ എന്താണ്? അതായത് ഈ x²ൻ്റെ നമ്പർ എന്താ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താ? 1 ആണെന്നാണ്. ഇവിടെ ഒരു മൈനസും കൂടി ഉള്ളത് കാരണം -1 ആണ് ഈ x² കോയിഫിഷ്യൻറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ വേറെ പറയാം. ഈ എക്സിൻ്റെ കോയിഫിഷ്യൻ എന്നാണ് നമുക്ക് നോക്കാം. ഈ എക്സിൻ്റെ കോയിഫിഷ്യൻ എന്താണ്? √3 ആണ്. ഇവിടെ പോസിറ്റീവ് ആയത് കാരണം പോസിറ്റീവ് √3. മനസ്സിലായോ? അപ്പോൾ അതാണ് കോയിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന പോളിനോമിയൽസ് ഫുള്ളും ക്വാഡ്രാറ്റിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ക്വാഡ്രാറ്റിക് നമ്മൾ പഠിക്കുന്നത് മൊത്തം. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം നമ്മൾ മനസ്സിലാക്കണം. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇൻ എക്സിൻ്റെ അകത്ത് എക്സ് ആണ് വേരിയബിൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ പോളിനോമിയലിൻ്റെ ഫോം ഇങ്ങനെയായിരിക്കും: ax² + bx + c. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം. എയും ബിയും സിയും റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞെടുത്തൊരു കാര്യമുണ്ട്. എന്തായിരുന്നു? നമ്മുടെ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 അതിൻ്റെ പേരെന്താണ്? ക്യൂബിക് പോളിനോമിയൽ എന്നാണ്. ഓക്കെ, അതിൻ്റെ പേര് ക്യൂബിക് പോളിനോമിയലാണ്. ഓക്കെ, അപ്പോൾ ഈ ജനറൽ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി ഇവിടെ ക്യൂബിക് പോളിനോമിയലിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 2 - x³ കാരണം ഇവിടെ എന്താ? ഹയസ്റ്റ് ഡിഗ്രി എന്താ? 3. അപ്പം
ക്യൂബിക്കാണ്. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ജനറൽ ഫോം അറിഞ്ഞിരിക്കണം. ax³ പ്ലസ് bx² പ്ലസ് cx+d ഇതാണ് നമ്മുടെ ജനറൽ ഫോം. ഇതിനി എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുക, ഇതെങ്ങനെയൊക്കെ എടുക്കുക, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ ഈ എയും ബിയും സിയും ഡിയും ഇതെല്ലാം റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, ഈ നമ്മൾ ഇടുന്ന പോളിനോമിയൽ എക്സിലായതുകൊണ്ടാട്ടോ ഇവിടെ എക്സ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇടുന്ന പോളിനോമിയൽ വൈയിലാണെങ്കിൽ എക്സിന് പകരം വൈ ആയിരിക്കും ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പോളിനോമിയൽസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനോമിയൽ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പോളിനോമിയൽ ചെയ്തിട്ടുണ്ട് 2x² പ്ലസ് 3x പ്ലസ് 5. അപ്പോൾ ഇനി നമുക്ക് ജനറൽ ഫോം എഴുതിയിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് നമുക്ക് കോയിഫിഷ്യൻസ് എന്താണെന്ന് എടുത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ ax² പ്ലസ് bx പ്ലസ് c ഇതാണ് എൻ്റെ ജനറൽ ഫോം ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ, അതായത് ഡിഗ്രി 2 ഉള്ള പോളിനോമിയലിൻ്റെ ജനറൽ ഫോം ഇതാണ്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. എൻ്റെ എ എന്താണ്, ബി എന്താണ്, സി എന്താണ് നമുക്ക് മനസ്സിലാക്കാം. എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x² കോയിഫിഷ്യൻ്റ് ആണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ x² കോയിഫിഷ്യൻ്റ് ആരാ 2 ആണ്. അപ്പോൾ എൻ്റെ എ എന്താണ് 2 ആണ്. അതുപോലെ തന്നെ ബി എന്താണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, അതായത് എക്സിൻ്റെ മുന്നിൽ കിടക്കുന്ന ആൾ. ഓക്കെ, അപ്പോൾ എൻ്റെ എക്സിൻ്റെ മുന്നിൽ കിടക്കുന്ന ആരാ 3 ആണ്. എന്ത് 3 +3. ഓക്കെ, സിമ്പൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ അവസാനം വരുന്ന കോൺസ്റ്റൻറ്റ് നമ്പറാണ്. ഓക്കെ, അതെത്രയാ 5 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ഇത് വേറൊരെണ്ണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെയിം തന്നെ നോക്കാം. ax² അങ്ങനെയാണല്ലോ നമ്മുടെ ജനറൽ ഫോം. ax² പ്ലസ് bx പ്ലസ് c ഇതാണ് നമ്മുടെ ജനറൽ ഫോം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എയും ബിയും സിയും ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ എ എന്ന് പറയുമ്പോൾ എന്താണ് 3 ആണ് അല്ലേ. ഇപ്പോൾ a = 3. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സിൻ്റെ കോയിഫിഷ്യൻ, അതായത് എക്സിൻ്റെ തൊട്ട് മുന്നിൽ കിടക്കുന്ന ആരോ അതാണ് എൻ്റെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എൻ്റെ ബി ആരാണ് -5 ആണ്. മനസ്സിലായി? നമ്മളെപ്പോഴും സിമ്പിൾ വേണം ചേർത്ത് എഴുതാം. സിമ്പിൾ എപ്പോഴും നമ്മൾ ചേർത്ത് എഴുതാം. ഓക്കെ, ഇനി സി ആരാണ്, എൻ്റെ +2. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എയും ബിയും സീനെ ഐഡൻറ്റിഫൈ ചെയ്യുക. എക്സാക്ട്ലി സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക ക്യൂബിക്കിൻ്റെ കേസിൽ എഴുതുക. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ax² പ്ലസ് bx പ്ലസ് c അത് നമ്മുടെ ജനറൽ ഫോം. ഇതിനകത്ത് നിന്ന് എയും ബിയും സിയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. എന്തായിരിക്കും നമുക്ക് നോക്കാം. എ എന്ന് പറഞ്ഞാൽ എന്താ, x² കോയിഫിഷ്യൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതെത്രയാ 5. ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിൻ്റെ കോയിഫിഷ്യൻ്റാണ്. നമുക്കിവിടെ എക്സിൻ്റെ ടേം ഉണ്ടോ, ഇല്ല. എക്സിൻ്റെ ടേം നമുക്കില്ല അല്ലേ. x² ടേം ഉണ്ട്, പക്ഷേ എക്സിൻ്റെ ടേം നമുക്കില്ല. അപ്പോൾ എന്താ, അത് 0 ആണ്. ഓക്കെ, ഇനി സി എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ കോൺസ്റ്റൻറ്റ് ടേം. അപ്പോൾ സി എത്രയാണ് 3. എല്ലാത്തിനും നിങ്ങൾ സിമ്പിൾ ഇട്ട് എഴുതി പഠിക്കണം കേട്ടോ, അപ്പം നമുക്ക് തെറ്റത്തില്ല. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് മൈ ക്ലാസ്. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.